പറഞ്ഞിട്ട് വന്നാലേ നിങ്ങൾ എന്നെ വിടുവോ? വിടത്തില്ലല്ലോ. പിന്നെ ഞാൻ പോയെന്താന്ന് വെച്ചാ, ഇവനെ കാണാതെ ഒരു ദിവസം നിനക്ക് ഇരിക്കാൻ പറ്റുമോ? പോവാ. ആ അതുപോലെ തന്നെ എനിക്കും എന്റെ ഭാര്യയെ കാണാതിരിക്കാൻ എനിക്കും പറ്റത്തില്ല. അതെന്താ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം പരസ്പരം സ്നേഹിച്ചാ മതിയാ? പ്രായമായെന്നേ ഉള്ളു. ഞങ്ങളുടെ മനസ്സിപ്പോഴും ചെറുപ്പമാ. അവൾക്ക് എന്നെയും എനിക്ക് അവളെയും കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പോയത്. അതെ, വേറെ കാര്യം ഞാൻ പറയാം. അവളെ നാളെ സ്റ്റേഷൻ ഇറക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇനിയും ഞാൻ പോവും. ആ അച്ഛാ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എവിടെ പോവാ? എവിടെയാടാ ഈ രാത്രി പാതിരാത്രിക്ക് പോന്നേ? അല്ല, പഴയ പോലെ സന്ധ്യ കഴിഞ്ഞാ പിന്നെ നിന്നെ ഇവിടെ കാണുന്നില്ലല്ലേ? നേരത്തേക്കിനെ കിടക്കുന്നതിന് മുമ്പേ എന്നെ ഒന്ന് കാണുകയും എന്റെ അടുത്ത് ഒരുപാട് പേര് വന്നിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലേ. ഇപ്പൊ എന്ത് പറ്റിയടാ നിനക്ക്? പണ്ടത്തെ പോലെ നിനക്ക് അച്ഛനോട് സ്നേഹമൊന്നും ഇല്ല അല്ലേ? അതൊക്കെ അച്ഛന് വെറുതെ തോന്നുന്നതാ. ചില ആൾക്കാരിന്ന് പണം വാങ്ങിക്കാൻ അവര് പറയുന്ന സമയത്തൊക്കെ പോകേണ്ടി വരും. അതാ പഴയ പോലെ അങ്ങനെ അച്ഛനെ കാണാൻ പറ്റാത്തത്. എന്നാലേ ഇന്നിപ്പോ തൽക്കാലം നീ അങ്ങോട്ടും പോകണ്ട. കിട്ടാനുള്ള കാശ് നമുക്ക് വേണ്ട. മക്കളെ, ഇവനെ വിളിച്ചോണ്ട് പോയിട്ടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഇനി ഇവനെ ഇവരോടത്തേക്ക് വിടില്ല കേട്ടോ. അതെ, ഈ ആണുങ്ങൾ രാത്രി പുറത്ത് കറങ്ങി നടക്കുന്നതേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പിടിപ്പിടുണ്ടോ എന്നാ. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ അതെ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഇന്നത്തെ ഓട്ടം ചോട്ടം കേട്ട് വല്ലാത്ത ക്ഷീണം. എടാ സോറി. എന്തിന് രാത്രിയില് ബുദ്ധിമുട്ടിച്ചാന്? ഇതൊക്കെ എന്റെ കടമയായിട്ടേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആവശ്യം വന്നാ എന്നെ അല്ലാതെ പിന്നെ ആരെയാ ശാലിനെ വിളിക്കുക? എന്നെ അങ്ങനെ വിളിച്ചതിന് ഞാനാണ് ശാലിനിയോട് നന്ദി പറയേണ്ടത്. എന്നെ ഇവിടുത്തെ ഒരാളായിട്ട് അംഗീകരിച്ചല്ലോ. ഇതെനിക്ക് അന്യ വീടല്ലെന്ന് മനസ്സിലാക്കി തന്നല്ലോ. എനിക്കത് മതി, അത് മാത്രം മതി. എന്താ കാര്യം? അത് ഞാൻ വിജയലക്ഷ്മിയോട് പറഞ്ഞോളാം. ഞാൻ അവളുടെ ആങ്ങളയാ, സഹോദരൻ. ഞാൻ അറിയാത്ത ഒരു കാര്യവും അവളെ അറിയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ അത് തന്നെയാ ഈ വീടിന്റെ ശാപം. അത് തന്നെയാണോ വീടിന്റെ ശാപം? എന്താ 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 നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് അല്പം സമാധാന. അതിപ്പോ നിങ്ങളുടെ മകൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുക. വിദേശത്ത് കിടക്കുന്ന എന്റെ മകൻ നിങ്ങളുടെ സമാധാനം എങ്ങനെ നഷ്ടപ്പെടുത്തിയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ശാരിക പ്രസവിച്ചിരിക്കുന്നത് നിങ്ങളുടെ മകന്റെ കുട്ടിയെയാണ്. ഓ, കുട്ടിയെയും ശാരികയും നിങ്ങളുടെ മകൻ ഏറ്റെടുക്കുക തന്നെ വേണം. അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളാ. ആരും ഇല്ലാത്തവരെ നോക്കാനേ ഞാനും എന്റെ മകനും കൂടി ഇവിടെ സത്രമൊന്നും അല്ല നടത്തുന്നത്. അമ്മയ്ക്ക് കുട്ടിയെ നോക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പിന്നെ നോക്കേണ്ടത് അച്ഛനാ. അച്ഛൻ സ്ഥലത്തില്ലെങ്കിൽ അച്ഛന്റെ വീട്ടുകാർ തന്നെ നോക്കണം എന്ന് ഏത് നിയമഗ്രന്ഥത്തിലാ പറഞ്ഞു വെച്ചിട്ടുള്ളത്? കുടുംബവും കുട്ടികളും ഇല്ലാത്ത കൃഷ്ണൻകുട്ടിക്ക് ചിലപ്പോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, നിങ്ങൾ കുറെ നേരമായിട്ട് കുട്ടി ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതേ ഞങ്ങളുടെ രാജീവിന്റെ കുട്ടിയാണെന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്? അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ കുട്ടി നിങ്ങളുടെ മകന്റെ കുട്ടി തന്നെയാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വരും. അതിന് ചിലപ്പോ എനിക്ക് കോടതിയുടെ സഹായം തേടേണ്ടി വന്നേക്കാം. താൻ എന്താ ഗോപാലകൃഷ്ണ കോടതിയുടെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോ? ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. മകൻ ഇപ്പൊ ഏതോ പെൺകുട്ടിയുടെ കൂടെ വിദേശത്തല്ലേ? അവനെ അവിടെ നിന്ന് ഇവിടെ എത്തിക്കും ഞാൻ. അവന്റെ സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശിയാണ് എന്റെ പേരക്കിടാവ്. അത് മറക്കണ്ട. അത് ശരി. അപ്പോ വെറുതെ ഒരു ഏറ്റെടുക്കൽ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല ഗോപാലകൃഷ്ണൻ. എന്തോ മനസ്സിൽ കരുതി തന്നെ വന്നിരിക്കുന്നതാ. അതെ,
രാജീവൻ നിലവിൽ എന്റെ മകളെ നിയമപരമായി ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കാതെ മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. പിന്നെ രാജീവനും ശാരികയ്ക്കും കൂടി ജനിച്ച കുട്ടി രാജീവിന്റെ പേരിലുള്ള സകല സ്വത്തുക്കൾക്കും അവകാശിയുമാണ്. അത് തെളിയിക്കേണ്ട രീതിയിൽ തെളിവുകളോടെ ഞാൻ തെളിയിക്കുകയും ചെയ്യും. ആ, നമുക്ക് കാണാം. 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 ചെല്ല്. ആ. ഇത് കുഴപ്പമാണ് വിജയലക്ഷ്മി, വലിയ കുഴപ്പമാണ്. ഇയാള് വന്നാ അയാൾക്ക് എന്നെ അങ്ങനൊന്നും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. അല്ല, കുറച്ചായല്ലോ കണ്ടിട്ട് പിള്ളച്ചേട്ടാ. പിള്ളച്ചേട്ടനെ കാണാതെ അച്ഛൻ വല്ലാത്ത വിഷമത്തില. ഇവിടെ ഉണ്ടാവണം അച്ഛന്റെ ഒപ്പം. പിന്നെ മോളെ ശ്രദ്ധിക്കണേ. അതെന്നോട് പ്രത്യേകം പറയണോ കുഞ്ഞെ, ഞാൻ നോക്കിക്കോളാം. വാവേ. ആ വാവേ. ആ, നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത്? വേഗം ചെല്ല്, ലേറ്റ് ആക്കണ്ട.